നോക്കിക്കോളൂ. പേജ് നമ്പർ 66 ഇഫ് വി ടേക്ക് ദ ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 കണ്ടോ? എഴുതിയാട്ടെ. ഇഫ് വി ടേക്ക് the first 4 natural numbers 1 2 3 4 1 2 3 4 കഴിഞ്ഞോ? അടുത്ത വരി കണ്ടോ നിങ്ങൾ? പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് കണ്ടോ? എഴുതിയാട്ടെ. പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എടുത്തു വച്ചിരിക്കുന്ന 4 എണ്ണൽ സംഖ്യകളിൽ, കൗണ്ടിങ് നമ്പേഴ്സിൽ, നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ രണ്ടറ്റത്തുള്ള 2 നമ്പറുകളുടെ എന്ന് പറയുമ്പോൾ അത് ആരുടെയൊക്കെയാണ്? രണ്ടറ്റത്തുള്ള 2 നമ്പറുകൾ ആരൊക്കെയാ? ഹലോ, രണ്ടറ്റത്തുള്ള 2 നമ്പർ 1ഉം 4ഉം. അവരുടെ പ്രോഡക്റ്റ്, ഗുണനഫലം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഈസ് ഈക്വൽ ടു 1 × 4 ഈക്വൽ 4. ഓക്കെ. ഇനി അതിൻ്റെ അടുത്ത വരി കണ്ടോ? പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ കണ്ടോ? എഴുതിയാട്ടെ. പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ. പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ. അപ്പോൾ ഇതിലെ മിഡിലിലെ 2 നമ്പറുകൾ ഏതൊക്കെയാ അദ്വൈതേ? 2 and 3. അപ്പോൾ ഈസ് ഈക്വൽ ടു 2 × 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ. ഇനി അടുത്ത വരി കണ്ടോ? ലെറ്റ് us try this with next 4 2 3 4 5 കണ്ടോ? എഴുതിയാട്ടെ. ലെറ്റ് us try this with next 4. എഴുതിയോ? അപ്പോൾ നമ്മൾ ഇത് അടുത്ത 4 നമ്പറുകൾക്ക് വേണ്ടി ഒന്ന് നോക്കാൻ പോവാം. അടുത്ത 4 നമ്പറുകളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആരെയൊക്കെയാണ്? 2 3 4 5. ഓക്കെ. അടുത്ത വരി കണ്ടോ? എന്തുവാ ആയിഷ അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വരിയിൽ? Product of the 2 numbers at the ends equals 2 × 5 equals 10. എഴുതിയാട്ടെ. ഇവിടെയും നമ്മൾ രണ്ടറ്റത്തുള്ള 2 നമ്പറുകൾ എടുക്കുന്നു. പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ഈക്വൽ 2 × 5 is equal to 10. 2 × 5 = 10. എഴുതിയോ? ഓക്കെ. എന്താണ് അനാമിക അടുത്ത വരി? Product of the 2 numbers in the middle equal 3 × 4 equal 12. എഴുതിയാട്ടെ. പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ. പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഈക്വൽ 3 × 4 equal 12. 3 × 4 equal 12. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇപ്പോൾ എവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ?
ഹലോ, പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഈക്വൽ 3 into 4 ഈക്വൽ 12. ഓക്കെ. അപ്പം ആര്യനില്ല. ഐശ്വര്യയെ അത് കഴിഞ്ഞിട്ടൊരു 2 വരി കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ച ഐശ്വര്യയെ. ആ Try some other four consecutive numbers is the difference. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നീ ഇതേപോലെ അടുത്തടുത്തുള്ള ഒരു 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകൾ എടുത്തിട്ട് ഇതേപോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. ബാക്കി വായിച്ചാട്ടെ. Is the difference of the products 2 every time? നിക്ക് ഒരു സെക്കൻഡ്. നമ്മൾ ആദ്യം എടുത്ത 4 നമ്പറുകളിലെ പ്രോഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് നമ്മളൊന്ന് എടുക്കുന്നു. ഒന്ന് പറഞ്ഞ ഐശ്വര്യയെ ഡിഫറൻസ്. 6 മൈനസ് 4 ഉത്തരം 2. ഇവിടുത്തെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞ അതിലെ 10ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം. 12ൽ നിന്ന് 10 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഫാത്തിമ അതിന്റെ ബാക്കി ഒന്ന് വായിച്ചേ. ഐശ്വര്യ വായിച്ചു നിർത്തിയതിന്റെ ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ പ്രോഡക്ട്സ്. ഇങ്ങനെ എല്ലായ്പ്പോഴും നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് വ്യത്യാസം കണ്ടുപിടിച്ചാൽ ഡിഫറൻസ് എടുത്താൽ എത്ര വരുമോ എന്നാണ് ചോദ്യം. 2 വരുമോ എന്നാണ് ചോദ്യം. എത്ര വരുമോ എന്നാണ് ചോദ്യം. ഹൗ ഡു വി വായിച്ചേ. How do we prove that this is true for every 4 consecutive natural numbers? ഏത് 4 കോൺസിക്യൂട്ടീവായ നാച്ചുറൽ നമ്പറിനും ഇത് ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? 2 സെന്റൻസ് അങ്ങോട്ട് എഴുതിയാട്ടെ എല്ലാവരും. എഴുതി കഴിയുമ്പോൾ പറയണം. 2 സെന്റൻസ് എഴുതുക, എഴുതി കഴിയുമ്പോൾ പറയണം. ആ 2 സെന്റൻസ് എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ. Okay, sir. Easy, sir. Sir. എഴുതി കഴിഞ്ഞോ? Yes, sir. Yes, sir. അപ്പം നമുക്കങ്ങനെ ജനറലായിട്ട് തെളിയിക്കേണ്ടി വന്നാൽ ആരുടെ സഹായത്തോടു കൂടിയേ നമുക്കത് തെളിയിക്കാൻ പറ്റൂ? ഇങ്ങനെ പറഞ്ഞു. ഓൾജിബ്രയുടെ അടുത്ത വരി കണ്ടോ. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ജനറൽ ക്യാൻ ബി ടേക്കൺ ആസ്. അപ്പം അടുത്തടുത്തുള്ള 4 നാച്ചുറൽ നമ്പറുകളെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഐഡിയ മനസ്സിലായോ? ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ആ എക്സിന്റെ കൂടെ എത്ര കൂട്ടുന്നു? 1. അതിനോടുകൂടി ആ എക്സ് പ്ലസ് 1നോട് ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് അടുത്തയാളായ എക്സ് പ്ലസ് 2വിനെ കിട്ടുന്നത്. ആ എക്സ് പ്ലസ് 2വിനോട് ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് അടുത്തയാളായ ആരെ കിട്ടുന്നത്? X plus 3. അപ്പൊ ആ സെന്റൻസ് എഴുതിയാട്ടെ എല്ലാവരും.
കഴിയോ? കഴിഞ്ഞോ? Yes, sir. Yes, sir. ഓക്കെ. Yes, sir. അപ്പോൾ അടുത്ത വരി കിടക്കുന്നുണ്ടോ? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് അറ്റ് ദ എൻസ്, രണ്ടറ്റങ്ങളിലുള്ളവരുടെ ഗുണനഫലം എഴുതിയാട്ടെ. പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് അറ്റ് ദ എൻസ്. എഴുതിയോ? Yes, sir. Yes, sir. അപ്പം നീയെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 4 പേരിൽ രണ്ടറ്റങ്ങളിലുള്ളവരാരൊക്കെയാ നീയെ? X-ഉം X plus 3-ഉം. അപ്പോൾ എഴുതുക ഈക്വൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3. ശരിയാണോ? Yes, sir. Yes, sir. അപ്പോൾ എൻ്റെ ഓട് എഴുതി വരണം. ബ്രാക്കറ്റ് ഗുണിക്കുന്നു എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ്, X square. എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 3, എക്സ് ഇൻറ്റു 3, എക്സ് 3 എന്നല്ല 3x. ഓക്കെ, എഴുതിയോ? എഴുതിയോ? Yes, sir. എന്നിട്ട് ഇവിടെ ഇതുകൊണ്ടുണ്ട് ആ ഇൻവെർട്ടറിൻ്റെ ഇപ്പുറത്ത്. അടുത്ത വരിയിൽ പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഉണ്ടോ? Thank you, sir. Yes, sir. എഴുതിയാട്ടെ. പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ഇൻ ദ മിഡിൽ, മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എഴുതിയോ? എഴുതി, sir. ഓക്കെ. അപ്പോൾ വൈകെ ഇതിനകത്തിൽ മധ്യത്തിലുള്ള രണ്ട് നമ്പറുകൾ ഏതൊക്കെയാ? X plus 1, X plus 2. എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഗുണനഫലം എന്തോ വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു X plus 2. എക്സ് പ്ലസ് 2. ഓക്കെ, ദയേ ഇതൊന്ന് ഗുണിച്ച് പറഞ്ഞേ, മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ ദയേ. X square plus എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. പറഞ്ഞു. എക്സ് ഇൻറ്റു 2, 3x, എക്സ് ഇൻറ്റു 2, 2x, 3x, 1 ഇൻറ്റു എക്സ്. ബുക്കിൽ ഒരു സ്റ്റെപ്പ് കുറവുണ്ട്. 1 ഇൻറ്റു എക്സ്, എക്സ്, x, 1 ഇൻറ്റു 2, 2. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ്, 3x, 3x പ്ലസ് 2. ഇത്ര എഴുതി കഴിഞ്ഞോ എല്ലാവരും? Yes, sir. Yes, sir. yes, sir. ഇനി ഇവരുടെ ഡിഫറൻസ് അല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ ബുക്കിൽ എഴുതുക ഡിഫറൻസ് ഈക്വൽ, വ്യത്യാസം സമം. ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം. ഈ ആദ്യത്തെ പ്രോഡക്റ്റായ ഗുണനഫലമായ എക്സ് സ്ക്വയർ പ്ലസ് 3x ആണോ വലുത്, അതോ രണ്ടാമത്തെ പ്രോഡക്റ്റായ ഗുണനഫലമായ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ആണോ വലുത്? ആർക്കോ അഭിപ്രായം പറയാം. ഇവരിൽ രണ്ടുപേരിൽ ആരാണ് വലുത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സമയം കളയരുത്, വേഗമേ പറ. ഈ കൊടുത്തിരിക്കുന്ന രണ്ടുപേരിൽ ആര് വലുത്, ആര് ചെറുത്? രണ്ടാമത്തെ വലുത്. രണ്ടാമത്തെ. മിഡിലുള്ളത്. ആരാ? രണ്ടാമത്തേത്. എന്താ രണ്ടാമത്തേതാണ് വലുതെന്ന് പറയാൻ കാരണം? രണ്ടിടത്തും എക്സ് സ്ക്വയർ പ്ലസ് 3x ഉണ്ട്, പിന്നെ ഒരു 2 കൂടെ കൂടുതൽ വരുന്നത് രണ്ടാമത്തേനകത്തില്ല. അപ്പം രണ്ടാമത്തേതാണ് വലുത്. അപ്പം ഡിഫറൻസ് എടുക്കണമെങ്കിൽ, വ്യത്യാസം എടുക്കണമെങ്കിൽ നമ്മൾ ഏതിൽ നിന്ന് ഏത് കുറയ്ക്കണം? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 3x കുറയ്ക്കണം. അപ്പോഴാണ് വ്യത്യാസം കിട്ടുന്നത്. അപ്പം നോക്കിക്കോളൂ, ആദ്യത്തെ ആളുകളെ അതുപോലെ തന്നെ എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 അങ്ങനെ തന്നെ എഴുതി.
ഈ നടുക്ക് കിടക്കുന്ന മൈനസിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്തോ മൈനസിൻ്റെ കുഴപ്പം? അത് ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ അത് -x² ആകും. +3x ആരാകും? -3x. ഈ +x² ഈ -x² വെട്ടിപ്പോകും. ഈ +3x ഈ -3x വെട്ടിപ്പോകും. ഉത്തരം എന്തോ കിട്ടും? 2. എഴുതിയാട്ടെ. എഴുതിയോ? എഴുതി സർ. ഓക്കെ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഡിഫറൻസ് എത്ര എന്നാ കിട്ടിയത്? 2. 2. ഇനി ആ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന 2 വരി കണ്ടോ? ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് ഓഫ് ദി 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ആൻഡ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഈസ് 2 എന്ന് കണ്ടോ? Yes, sir. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് വേണം അത് എഴുതാനായിട്ട്. മനസ്സിലായോ? Yes, sir. അത്രയൊന്ന് എഴുതിയിട്ടൊന്ന് വായിച്ച് നോക്കാം മക്കളെ. ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വരാണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മയൊന്ന് ഹോസ്പിറ്റലിലോട്ടൊന്ന് വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഇപ്പോൾ ഒരൊറ്റ സെക്കൻഡ്. Okay, sir. നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ അടുത്തടുത്തുള്ള 4 നാച്ചുറൽ നമ്പർ എടുക്കുന്നു, 4 എണ്ണൽ സംഖ്യകൾ എടുക്കുന്നു. അതിൽ 2 അറ്റത്തുള്ള 2 നമ്പർ തമ്മിൽ ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. നടുക്കുള്ള 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു. എന്നിട്ട് ഈ 2 പ്രോഡക്റ്റുകൾ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് നമ്മൾ എടുത്താൽ അതെല്ലായ്പ്പോഴും എത്ര ആയിരിക്കും? 2 ആയിരിക്കുമെന്ന് നമ്മൾ ആദ്യം 2 എക്സാമ്പിൾ വെച്ച് ചെയ്തു. പിന്നീട് അതേ കാര്യം നമ്മൾ എന്തിൻ്റെ സഹായത്തോടെ ചെയ്തു? ആൾജിബ്രയുടെ സഹായത്തോടെ ചെയ്തു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ന് എഴുതിയ അത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക. മനസ്സിലാകുകയാണെങ്കിൽ ഇരുന്നിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം മനസ്സിലായെന്ന്. ഇല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുക ഇന്ന കാര്യം മനസ്സിലായില്ല എന്ന്. ഓക്കെ.